കൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഞാൻ വന്നിറങ്ങിയപ്പോഴേ പെരുമഴയാണ് കൈസ്. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയാണ്. രാവിലെ 12:10 ബസ്സായിരുന്നു. പക്ഷേ 3 മണിക്കാണ് ബസ് എത്തിയത്. ഇവിടെ ചെറിയ 10 മണിയായി. അപ്പോൾ ഞാൻ മണ്ണന്മാരൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും മഴയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാനിരിക്കുകയാണ്. മഴ ആസ്വദിച്ചിരിക്കുകയാണ്. അങ്ങനെ മഴ നല്ലപോലെ പെയ്യാൻ തുടങ്ങി. നമ്മുടെ പൃഥ്വിരാജാണ് കുർമംഗലയിൽ പെട്ടിരിക്കുകയാണ്, ഞാനാണ് ഇവിടെ പെട്ടിരിക്കുകയാണ്. രണ്ടുപേരും 2 സ്ഥലത്ത് പെട്ടിരിക്കുകയാണ്. ഇനി മഴ മാറിയിട്ട് വേണം മച്ചാന് വരാൻ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പൊടയും കൊണ്ടൊക്കെ ഒരാളെ പെട്ടു കൈസ്. എല്ലാവരും പെട്ടു. ഞാനും പെട്ടു. നല്ലൊരു മഴ പെയ്തപ്പോൾ റോഡിന് തിരക്കേ ഇല്ല. പക്ഷേ ബസ് സ്റ്റോപ്പിൽ ഫുള്ള് തിരക്കായി. അതാണ് ഉണ്ടോ ഒരു തിരക്ക്. ഇതേമാതിരി ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കയറി. പക്ഷെ നല്ല കാറ്റും മഴയാണ് കൈസ്. നല്ല കാറ്റും മഴ, നല്ല തണുപ്പുണ്ട്, നല്ല വിറയ്ക്കണമുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മളെ പയ്യനെത്തിയിരിക്കുകയാണ്. മഴയെത്തിയിട്ടുണ്ട്. ബുറാക്കി എത്തിക്കൊണ്ട് മച്ചാൻ നിൽക്കുകയാണ്. ഈ വേഗം ഫ്രണ്ടിലൊക്കെ ഐസ്. മഴ ചെറുതായിട്ട് കുറവുണ്ടെന്ന് ചോദിച്ചിട്ട് പോകുന്നത്. പിന്നെ മഴ കൂടി. അപ്പോൾ എന്തായാലും ഞാനും കഴിച്ചില്ല. നമുക്ക് പോകുമ്പോൾ ബിരിയാണി കഴിക്കാം ഐസ്. ഇവനക്ക് മഴ കിട്ടിയത് ഇതിനടുത്തായിട്ടാണ്. പക്ഷേ ഞാൻ ആ സ്റ്റോപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് അങ്ങനെ മഴ കൊള്ളേണ്ടി വന്നില്ല. പക്ഷേ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു, മഴ കുറഞ്ഞു. അപ്പോഴത്തേക്കും മച്ചാൻ എത്തി. പക്ഷേ വണ്ടി കയറിയപ്പോഴേക്കും നല്ല മഴ കൂടി. അങ്ങനെ നിറച്ചിങ്ങനെ പോവുകയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിലോട്ട് ഇറങ്ങാനേ നിൽക്കരുത്. നല്ല ചൊറിയോ ചെരങ്ങോ വേറെ എന്തെങ്കിലും വരും. അത് നമ്മുടെ നാട്ടിലത്തെ പോലത്തുള്ള ഒരു വെള്ളമല്ല ഇവിടെ. മഴ പെയ്ത ഇവിടെ വെള്ളം പോകാനുള്ള സ്ഥലമില്ല. ഒന്നാമത് അതാണ്. അപ്പോൾ എങ്ങനെ റോഡിലൊക്കെ കറുകറുത്ത വെള്ളം കൊണ്ട് ഫുള്ള് കളഞ്ഞിരിക്കുക. അതിലിപ്പോൾ നമ്മുടെ കാലൊക്കെ താട്ടിക്കഴിഞ്ഞാൽ ചൊറി ചെരങ്ങൊക്കെ വന്നത് അപ്പോൾ പ്രോ റൈഡർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മച്ചാന അതിന് മുറുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട്. ആണ് ഗൈസ്. ചെളിവെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അത് വെള്ളപ്പൊക്കോ കാര്യങ്ങളൊന്നുമല്ല. ഭാരതപ്പുഴ തേങ്ങയാണ്. ഇവിടെ ഫുള്ള് മഴ കാര്യങ്ങളാ. ഒരു അണ്ണം തെരഞ്ഞോണം വെക്ക് ഗൈസ്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ കസർത്ത്. ഇതാ ഇങ്ങനെയാണ് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം. ഇല്ല, നീ പോയിക്കോ. റൈസാക്കി പോയാൽ മതി ഗൈസ്. ഇതാണ് പ്രശ്നം. കണ്ടോ, ഇത്ര മഴ പെയ്തപ്പോഴേക്കും ഇത്ര വെള്ളം കയറി ഗൈസ്. നമുക്കൊന്നും ചെയ്യാം. നമ്മുടെ സൈലൻസർ ഉണ്ടോ, ഞങ്ങളെ കാലും കുട്ടികളെ കാലം മാറാണ്. രണ്ട് പീക്കിലെ വെള്ളത്തിൽ കുടുങ്ങിയിരിക്കുന്നു ഗൈസ്. ഇവിടെ വെള്ളപ്പൊക്കാണ്. ഞാൻ കാലൊക്കെ മുന്തിച്ചിരിക്കുന്നു ഗൈസ്. എല്ലാവരും മഴയത്ത് കുടുങ്ങിയിരിക്കുന്നു. ഞാൻ കുടിക്കുന്നു. ഇതാ ഒരാൾ പോകുന്നു. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ്, ഒന്നും പറയാനില്ല. വന്നതേ പെട്ടു. തന്നെ അടുത്ത വെള്ളപ്പൊക്കം കഴിച്ചു. നിങ്ങൾ കാണൂ, ഈ വെള്ളപ്പൊക്കം കാണൂ. ഇതിലൂടെയാണ് ഞങ്ങൾ കസത്ത് കഞ്ചു പോകുന്നത്. മഴ കാരണം കണ്ടന്റ് കിട്ടി. മഴ കാരണം ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആൾ വെള്ളം പോകാൻ വേണ്ടി അങ്ങോട്ട് കുത്തിക്കൊളാകുന്നുണ്ട് ഉള്ളിലേക്ക്. ഹായ്, അതാണ് ആരോ ഒരാൾ ഹായ് തന്നെ പോകും. ഹായ് തന്നിട്ടുണ്ട്. എനിക്കെന്താ പറയുന്നത് കണ്ണൂർ. ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ ഇനി ഇവിടെ കയറണം. കണ്ണൂർ ഫുഡ് കിച്ചൺ. ആവി പോകുന്ന നല്ല ചൂട് ബിരിയാണി മഴയത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ കിച്ചണിന്ന് കഴിച്ച് കഴിഞ്ഞിറങ്ങി. കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. പക്ഷേ ഇനി വിഷമൊന്നുകൊണ്ടാന്ന് അറിയത്തില്ല. എന്തായാലും മാസം കയറ്റിയിട്ടുണ്ട്. നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു. പിന്നെ ഇപ്പോൾ അതാ റോഡിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി. എന്നാലും ചെറിയൊരു ചാറ്റിലുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ എങ്ങോട്ടൊന്നുമില്ലാതെ പോക്കുന്ന ആ കാണുന്ന ആളിപ്പോൾ അവിടെ ഒരു ആക്സിഡൻ്റ് ആയതാണ്. എല്ലാവരും കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. അയാൾ ചെറുതായിട്ട് കൂട്ടി പോയതാണ്. ചെറുതായിട്ട് സ്പീഡ് പോയപ്പോൾ ചെറുതായിട്ടൊന്ന് പണി പാടി, ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ആയിരുന്നു, ചെറുതായിട്ടൊന്ന് പോകും. അത്ര അപ്പോൾ തന്നെ എല്ലാവരും എടുത്ത് പൊന്നിച്ചു. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല. ആളുടെ വണ്ടിയുടെ സൈലൻസർ ചെറുതായിട്ടും ചേഞ്ച്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മഴ കുറഞ്ഞപ്പോഴേക്കും ബ്ലോക്ക് കൂടി. അങ്ങനെ വൈസ് ഇനിയിപ്പോൾ ചെറുതായിട്ട് വണ്ടികൾ ഇങ്ങനെയാണ്. ഇവിടെ മച്ചാനാണല്ലോ
ഒരേ പോക്കാണ്. ചിരിയില്ല, ആള് ചിരിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നിങ്ങളാ കാണുന്ന പിങ്കി ഷട്ടിട്ട ചേട്ടനല്ലേ, ആ ചേട്ടനാണ് അവിടെ ഒന്ന് തെന്നടിച്ച് വീണത്. അപ്പം അത് ആൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ആൾ ഉഷാറായിട്ട് ആൾ പാറിയിരിക്കുകയാണ്. സ്പീഡിനൊരു കുറവില്ല, ആളെ സ്പീഡിനൊരു കുറവില്ല, ആള് പാഞ്ഞു, സിഗ്നല് പച്ചയായി പാഞ്ഞു, ഒരേ വിടല ആള്. ഇതൊരു കഫയാണ് ഇത്. രാവിലെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ് നമ്മുടെ മച്ചാൻ രാവിലെ ബസ് കയറി വരുന്ന ടൈമിൽ ഇവിടെ എന്തൊക്കെയാ കാണുന്നൊക്കെ പറയാം. രാവിലെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ അതാ ഇവിടെ ഈ ഭാഗത്തുണ്ടാവും. അത് പണ്ടത്തെ ബാംഗ്ലൂരത്തെ പണ്ടത്തെ ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് മച്ചാൻ പറയണത്. രാവിലെ വരുമ്പോൾ നല്ലപോലെ വെള്ളമിറക്കി ഇരിക്കുന്നുണ്ട്. അത് ഞങ്ങളിപ്പോൾ അടുത്ത ബ്ലോക്കിൽ ഞങ്ങൾ നിൽക്കും. ഗൈസ് ഇതാണ് മറ്റേ യലഹങ്ക, അങ്ങോട്ട് പോയ യലഹങ്ക ഹെബ്ബാൾ റൂട്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ അത് കേരപുരം ആ റൂട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി ഏതാനും കുറച്ച് ദൂരം കൂടെ ഉള്ളു നമുക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. അതിൽ ഇത് രണ്ടെണ്ണം അല്ല, അപ്പുറത്താണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലോട്ട് നോക്കിയാണ്. പിന്നെ അടുത്ത് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുറാക്ക് കഴുകുക. കണ്ടോ, ഫുള്ള് ചെളിയാണ് ഗൈസ്. അപ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് അവിടുന്ന് തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുണി വെച്ചിട്ട് ഇവിടുന്ന് ഷാമ്പും കിട്ടി. അപ്പോൾ ഞങ്ങൾ ഷാമ്പു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വിടുക. അതായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ നല്ല ചെളി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പൈപ്പ് വെച്ചിട്ട് കഴുകിയിട്ട് പോകുന്നില്ല. നമ്മൾ അച്ഛനൊരു ഷാമ്പും കിട്ടി, അതോടൊപ്പം ഒരു തുണിയും കിട്ടി. അപ്പോൾ തുണി കിട്ടിയപ്പോൾ എടുത്ത് തുടയ്ക്കാൻ ആൾ. പിന്നെ അതേപോലെ നമ്മുടെ അണ്ണൻ്റെ ബുള്ളറ്റ് അണ്ണൻ ഇന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ണൻ്റെ ഇരട്ടിക അണ്ണൻ ഇവിടെ നിർത്തിപ്പോയി. പിന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു കിണറാണ്. ഇതിനുള്ളിൽ ഫുൾ വെള്ളമാണ്. നമുക്ക് കാണാം, ഇങ്ങനെ പൊന്തി ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. കേട്ടോ, ഇതിൽ ഫുൾ വെള്ളമാണ് ഗൈസ്, ഫുൾ വെള്ളമാണ്. ഈ വെള്ളമാണ് മുകളിലോട്ട് വരുന്നത്. അപ്പം അങ്ങനെ അപ്പം ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി പോകണം. പിന്നെ ഒരു കാലത്തൊന്നല്ല, ഒരു 3-4 മാസം മുന്നേ ഈ സൈക്കിളിൻ്റെ മുകളിലുണ്ടായിരുന്നു. മുകളിൽ ഞങ്ങൾ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന സൈക്കിളായിരുന്നത്. ഇത് ഇവിടുത്തെ പീക്കിരികൾ വന്നിട്ട് താഴ്ത്തി കൊണ്ടുവച്ചു. ഇപ്പോൾ പീക്കിരികളാണല്ലോ ഇവിടെ ഇല്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഓണറിൻ്റെ റൂം. ഇവിടെ ഓണർ, പക്ഷേ ഓണർ ഇവിടെ അധികാരം ഉണ്ടാവില്ല. പോവുക വരിക, ആഴ്ചയിലൊക്കെ വന്നു എന്നുള്ള രീതിയിലാണ്. അണ്ണൻ്റെ മെയിനായിട്ട് അണ്ണൻ്റെ വാഹന സാമഗ്രികളൊക്കെ ഒന്ന് പാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അണ്ണൻ ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ആകെയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലീസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ബാക്കിയുള്ള റൂമൊക്കെ കൊടുക്കാട്ടിരിക്കുകയാണ്. ഞാൻ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ടൊന്ന് മിസ്സടിച്ച് വിളിച്ച് എന്താ ചായോ ആവുക. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിയർ CMR കോളേജ്, നിയർ ചോക്ലേറ്റി ബസ് സ്റ്റോപ്പ്. അതാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അങ്ങനെയാണ് നേരെ ഞങ്ങൾ റൂമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്റ്റെപ്പൊരി മുകളിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് കാലൊന്ന് കഴിക്കണം എന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമ്മളിവിടുത്തെ പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്. കണ്ടോ, പൈപ്പ് പൊട്ടിയിട്ട് ഒരു കോല് എത്തിച്ചിരിക്കുകയാണ്. അത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഫാമിലി ഉണ്ടെന്ന് കണ്ടില്ലേ, ആ ഫാമിലിത്തെ ഒരു ബെഡ്കൂസ് പെണ്ണുണ്ട്. ആ പെണ്ണ് വന്നിട്ട് ഇവിടെ നിന്ന് അലക്കിയതാ. അലക്കിയപ്പോൾ ഇവരുടെ അലക്കലൊക്കെ വിറ്റാ. കല്ലിൻ്റെ മുകളിൽ കയറിന്നിട്ട് അലക്കുള്ളൂ. ആകെ എത്ര ഉള്ളൂ കല്ല്, ഇതിൻ്റെ മുകളിൽ കയറിന്നിട്ട് അലക്കിയിട്ടാണോ അവർ നടക്കുക. എന്തോന്ന് പറയാനാ. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. ഇങ്ങനെ ഗൈസ് തുമ്മൽ തുടങ്ങി. ഇതാ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊസീജിയർ ഞങ്ങളിപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ചെളിവെള്ളമാണ് വരണേ, കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും. ഇതാ ആദ്യമൊക്കെ അവിടെ ഞങ്ങൾ ബക്കറ്റ് കൊണ്ടുവച്ചീനെ, ഇപ്പം ഞങ്ങൾ ഇവിടെ ബക്കറ്റ് ഉണ്ടാക്കല്ലേ. പിന്നെ പിന്നെ അതാ ആ കാണുന്നതാണ് ഗൈസ് കോളേജ്. ഇതല്ല എൻ്റെ അപ്പുറത്തെ അതാണ് കോളേജ്. പിന്നെ ഇതിലൂടെ മുകളിൽ കയറി ഇപ്പോൾ ഞാൻ വാട്ടർ ടാങ്ക്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പടർന്ന് കിടക്കുകയാണ്, ആ അറ്റം വരെ പടർന്ന് കിടക്കുക. ഈ ഏരിയ ഒക്കെ നന്നാക്കുള്ളതാണ് ഗൈസ്. നമ്മളിതാ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാണ് അടച്ചിടും. ഈ ഗ്രില്ല് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, പിന്നെ ആരും വരില്ല. ഇവിടുന്ന് തൊട്ടിട്ട് അവിടം വരെ നമുക്ക് നമ്മുടെ അണ്ണൻ തന്നിരിക്കുകയാണ്. ഫുള്ള് നമുക്കാണുള്ളത്, ഈ ഏരിയ ഫുള്ള് നമുക്കാണുള്ളത്. മച്ചാനെ ഹെൽമെറ്റ് അടിച്ചില്ല മച്ചാനെ.
ഇതാ ഹെൽമെറ്റ് നമ്മൾ ഉള്ളിലൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്, ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതാ ഈ ഹെൽമെറ്റും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലിടാണ്ട് ഉള്ള ചെളിയും ഉള്ള കർണാടകത്തെ ചെളിയും മാറാപ്പ് കെട്ടൊക്കെ ഞാൻ വന്നിരിക്കുന്നത്. കണ്ടൊക്കെ കാലിലുണ്ടോ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ്, ഇവിടെ ഫുള്ള് ചെളി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാൻറ്റൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലിടണം, അതിരിക്കുന്നത് കുളിക്കണം, എന്നാലേ നടക്കുള്ളൂ, എന്നാലേ നടപടി ആവുള്ളൂ. ഏത് അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊക്കണാസ് വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മണികൾ അടിക്കുക. അപ്പോൾ ബൈ ബൈ ഗൈസ്.